السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയ സഹോദരന്മാരെ, ഇന്ന് അല്പകാര്യം സംസാരിക്കുന്നത് ഇസ്ലാമിലെ ശിക്ഷാ നടപടികളെക്കുറിച്ചാണ്. എല്ലാ ശിക്ഷാ നടപടികളെക്കുറിച്ചും ഇപ്പോൾ പ്രതിപാദിക്കുന്നില്ല, മറിച്ച് കൊലപാതകത്തിനുള്ള ശിക്ഷാരീതികളെക്കുറിച്ച് അല്പകാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനൊരു വിഷയം ഇപ്പോൾ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത്, നമുക്കൊക്കെ അറിയാം, നമ്മുടെ നാട്ടിലെ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വക്കൽ നിന്ന് അബദ്ധവശാൽ ഒരു കുട്ടിയുടെ മരണം സംഭവിക്കുകയും അത് കാരണമായി അദ്ദേഹത്തെ സൗദിയിലെ ജയിലിൽ 18 വർഷത്തോളം താമസിപ്പിക്കുകയും ഈ അടുത്തായി ആ മരണപ്പെട്ട കുട്ടിയുടെ അനന്തരാവകാശികൾ നഷ്ടപരിഹാരത്തുക തരികയാണെങ്കിൽ അദ്ദേഹത്തെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിപ്പിക്കുകയും അത് കാരണം നമ്മുടെ നാട്ടിലുള്ള എല്ലാ സന്നദ്ധ സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും മതനേതാക്കളും ബ്ലോഗർമാരും എല്ലാവരും കൂടി ആ കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുകയും എല്ലാവരും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തുകൊണ്ട് ആ കുടുംബം ആവശ്യപ്പെട്ട തരത്തിലുള്ള സംഖ്യ അത് പിരിച്ചെടുക്കുകയും സംഘടിപ്പിക്കുകയും എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മോചനം സാധ്യമാകാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ഈ സന്ദർഭത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പല ആളുകളും പല സംശയങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അഥവാ അദ്ദേഹത്തിൻ്റെ വിഷയത്തിലുള്ള സംശയമല്ല നാം ചർച്ചയാക്കുന്നത്. അദ്ദേഹം തീർത്തും നിരപരാധിയാണ് എന്നും അദ്ദേഹത്തിൻ്റെ വക്കൽ നിന്ന് അബദ്ധത്തിൽ സംഭവിച്ച ഒരു മരണകാരണമാണ് എന്നും എല്ലാവർക്കും അറിയാം. ആ വിഷയം അവിടെ നിൽക്കട്ടെ, അതിലിനി നമുക്ക് ചർച്ചയില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സഹായിക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങുകയും എല്ലാ രംഗത്തുള്ളവരും അതിൽ സജീവമായി പങ്കാളികളാവുകയും അവർക്ക് വേണ്ടതായ സംഖ്യ എത്രയും പെട്ടെന്ന് സംഘടിപ്പിക്കാൻ സാധിക്കുകയും കേരളത്തിലുള്ള നന്മ മനസ്സുള്ള എല്ലാ ആളുകളും അതിനോട് സഹകരിക്കുകയും അതിൽ പങ്കാളികളാവുകയും എല്ലാവരും ചേർന്ന് എത്രയും പെട്ടെന്ന് ആ സംഖ്യ സ്വരൂപിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മോചനം എത്രയും പെട്ടെന്ന് ആകണമെന്ന് കാത്തിരിക്കുന്ന ഈ വേളയിൽ അതുമായി ബന്ധപ്പെട്ട് ഇനി ഞാൻ ചർച്ച ചെയ്യുന്നില്ല. എല്ലാവർക്കും ബോധ്യപ്പെട്ടൊരു കാര്യമാണ് അദ്ദേഹം തീർത്തും നിരപരാധിയാണെന്ന്. എന്നാൽ അതിലല്ല ഞാൻ ചർച്ച ചെയ്യുന്നത്. ആ വിഷയം വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിലെ ശിക്ഷാ നടപടികളെക്കുറിച്ചും സൗദി ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങളെക്കുറിച്ചും പല കോണുകളിൽ നിന്നും പല ചർച്ചകളും ഉരുത്തിരിഞ്ഞു വന്നിരുന്നു. അതുപോലെ പല ആളുകളും തന്നെ അതിലൊക്കെ പല സംശയങ്ങളും ചോദിക്കുകയും എന്താണ് ഇങ്ങനെയൊക്കെ ഒരാളെ ജീവന് കോടികളുടെ വില കൊടുക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ മോചനത്തിന് കോടികൾ ആവശ്യപ്പെടുന്നു, അബദ്ധത്തിൽ സംഭവിച്ച ഒരു മരണത്തിന് എന്തിനാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത്, എന്തിനാണ് നീണ്ടകാലം ജയിൽ നൽകിയത്, ഇങ്ങനെ തുടങ്ങി ഈ കാര്യങ്ങളൊക്കെ ഇസ്ലാമിക വിഷയവുമായി തട്ടിച്ച് ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സംശയം പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാൻ ഇസ്ലാമിലുള്ള ശിക്ഷാരീതിയെ സംബന്ധിച്ച്, അഥവാ ഒരാൾ മനഃപൂർവ്വമായി മറ്റൊരാളെ വധിച്ചാൽ അതിനിക്ക് ഇസ്ലാമിൽ നൽകുന്ന ശിക്ഷാരീതിയെക്കുറിച്ച് അല്പകാര്യങ്ങൾ പറയുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ ഞാൻ പ്രവേശിക്കുന്നില്ല. അത് എല്ലാവരും മനസ്സിലാക്കിയതും അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെട്ടതും ആ വിഷയത്തിൽ എല്ലാവരും സഹായത്തിന് മുന്നിട്ടിറങ്ങിയതുമായ കാര്യമാണ്. എന്നാൽ ഇസ്ലാമിൽ എപ്പോഴാണ് കൊലപാതകത്തിനിക്ക് വധശിക്ഷ നൽകുന്നത്, എപ്പോഴാണ് നഷ്ടപരിഹാരം
വാങ്ങി അതിനെ ആ വ്യക്തിയെ വെറുതെ വിടുന്നത്, ഈ കാര്യങ്ങളാണ് ഇവിടെ ചർച്ചയാക്കുന്നത്. ഇസ്ലാം മനുഷ്യൻ്റെ ജീവന് വളരെ വില കൽപ്പിക്കുന്ന മതമാണ്. മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും അതുപോലെ അവകാശങ്ങൾക്കും അങ്ങേയറ്റം വില കൽപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് പരിശുദ്ധമായ ദീൻ ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് ജീവഹാനി വരുത്തുക എന്നത്, ഒരു മനുഷ്യനെ കൊലപ്പെടുത്തുക എന്നത്, ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുക എന്നത് ഇസ്ലാമിൽ വമ്പിച്ച കുറ്റമാണ്. ആ കാര്യം ഇസ്ലാം വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. എത്രത്തോളം ഇസ്ലാം പറഞ്ഞു, ഒരാൾ മറ്റൊരുത്തനെ കൊന്നാൽ അത് എല്ലാ മനുഷ്യരെയും കൊല്ലുന്നത് പോലെയാണ്. ഒരാൾ മറ്റൊരുത്തനെ ജീവനോടെ വിടുകയാണെങ്കിൽ അത് എല്ലാ മനുഷ്യന്മാരെയും ജീവിപ്പിക്കുന്നത് പോലെയാണ്. അപ്പോൾ ഒരാളുടെ ജീവന് ലോകത്തുള്ള മുഴുവൻ ജീവൻ്റെയും വിലയാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. ഒരാളെ മരണത്തിന് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരുടെയും മരണത്തിൻ്റെ നഷ്ടമാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ മനഃപൂർവ്വമായി ഒരാൾ മറ്റൊരാളെ കൊലപ്പെടുത്തിയാൽ അവനെയും അതുപോലെ കൊലപ്പെടുത്തണം, വധിക്കണം എന്നതാണ് ഇസ്ലാമിൽ അതിലുള്ള ശിക്ഷ പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം ഈ വ്യക്തിയെയും കൂടി കൊല്ലപ്പെട്ടു പോകണം, അവനെയും കൂടി വധിച്ച് കളയണം എന്നതല്ല ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. ആ തരത്തിലുള്ള ഒരു ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത്, ലഭിക്കാൻ പോകുന്നത് എന്ന് കണ്ടാൽ ഇവൻ പിന്നെ കൊലപാതകത്തിന് മുതിരുകയില്ല, മറ്റൊരുത്തനെ വധിക്കാൻ പോവുകയില്ല, മറ്റൊരുത്തനെ നശിപ്പിക്കാൻ ഒരുങ്ങുകയില്ല എന്നതാണ് ഇവിടെ ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാം തന്നെ പറഞ്ഞു, ഈ ശിക്ഷ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് വലക്കും ഫിൽ ഖിസാസി ഹയാ, നിങ്ങൾക്ക് വധശിക്ഷ നടപ്പിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് വമ്പിച്ച ജീവൻ ഇവിടെ നിലനിർത്താനാകും. വലക്കും ഫിൽ ഖിസാസി ഹയാ, നിങ്ങൾക്ക് ഇവിടെ പ്രതികാര നടപടി അഥവാ വധശിക്ഷ നടപ്പിലാക്കുന്നത് വഴി നിങ്ങൾക്കിവിടെ വമ്പിച്ച ജീവൻ നിലനിർത്താനാകുമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അല്ലാതെ നമ്മൾ മനസ്സിലാക്കും പോലെ മറ്റവൻ ഏതെയാണെങ്കിലും കൊല്ലപ്പെട്ടു പോയി ഇവൻ്റെ ജീവനും കൂടി നഷ്ടപ്പെടുത്തണോ എന്നല്ല ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരാളെല്ലാവരെയും കൂടി കൊല്ലാൻ നടന്നാൽ പിന്നെ മറ്റുള്ളവർക്ക് സുഖകരമായി ജീവിക്കാൻ കഴിയില്ലല്ലോ, എല്ലാവരും അങ്ങോട്ട് കൊല്ലപ്പെട്ടു പോകുമല്ലോ. അപ്പോൾ അതുണ്ടാകരുത്. ഇസ്ലാം ഭൗതിക ലോകത്ത് മനുഷ്യനിക്ക് നന്മ സംവിധാനിച്ചു കൊടുക്കുന്നുണ്ട്. അതോടുകൂടി തന്നെ ആത്യന്തികമായ വിജയം അത് പരലോക ജീവിതത്തിലാണ് എന്ന് പ്രഖ്യാപിച്ചു കൊടുക്കുന്നുമുണ്ട്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന, ഭൗതിക ലോകത്ത് ഗുണം നന്മ വേണം, വഫിൽ ആഖിറതി ഹസനത്തൻ, പരലോക ജീവിതത്തിലും നന്മ ഗുണം വേണം എന്നാണ് ഇസ്ലാം ഉദ്ഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരാളെ മറ്റൊരാളെ എല്ലാവരെയും കൂടി കൊല്ലാൻ വേണ്ടി വിടുന്നു എങ്കിൽ ഇവിടെ മനുഷ്യന്മാരുടെ ജീവിതത്തിന് സ്വൈര്യമുണ്ടാവുകയില്ലല്ലോ. മനുഷ്യർക്ക് പിന്നെ സുഖത്തോടെ സമാധാനത്തോടെ ഇവിടെ ജീവിക്കാൻ കഴിയുകയില്ലല്ലോ. അപ്പോൾ മനുഷ്യനിക്ക് ഇവിടെ നിർഭയത്തോടെ ജീവിക്കാൻ കഴിയണം എന്നതാണ് ഇസ്ലാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കൊലപാതകത്തിനും ഇസ്ലാം വധശിക്ഷ പരിഹാരമായി പറയുന്നില്ല. മറിച്ച് ഇസ്ലാം കൊലപാതകത്തെ മൂന്നാക്കി തിരിക്കുന്നു. ഒന്ന് മനഃപൂർവമായ കൊല്ലൽ, രണ്ട് മനഃപൂർവമല്ലാത്ത കൊല്ലൽ, മൂന്ന് അബദ്ധവശാലുള്ള കൊല്ലൽ. അഥവാ മനഃപൂർവമായ കൊല്ലൽ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ കൊലപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് വാളുകൊണ്ടോ കത്തി കൊണ്ടോ ബോംബ് കൊണ്ടോ മറ്റൊരുത്തനെ കൊലപ്പെടുത്തിയാൽ അതിനേക്കാണ് മനഃപൂർവമായ കൊല്ലൽ എന്ന് പറയുന്നത്. മനഃപൂർവമല്ലാത്ത കൊല്ലൽ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ കൊല്ലാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളെ കൊണ്ടല്ല അവനെ കൊലപ്പെടുത്തിയത്. കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യവും ഇവനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇവന് ഓരോരുത്തനെ കൈകൊണ്ട് അടിക്കുകയോ അല്ലെങ്കിൽ ഒരു വടിയെടുത്ത് അടിക്കുകയോ ചെയ്തപ്പോൾ അവൻ യാദൃശ്ചികമായി മരണപ്പെട്ടു പോയി. അവനെ അടിച്ചു കൊല്ലുക എന്നതോ അല്ലെങ്കിൽ കൈകൊണ്ട് ഇടിച്ചു കൊല്ലുക എന്നതോ ഇവൻ ഉദ്ദേശിച്ചതായിരുന്നില്ല. സ്വാഭാവികമായി ഒരു അടി കൊടുത്തതായിരുന്നു. പക്ഷേ ആ അടിയിൽ മറ്റവൻ മരണപ്പെട്ടു പോയി. അതിനാണ് ഇവിടെ മനഃപൂർവമല്ലാത്ത കൊലപാതകം എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഒരാൾ ഒരു മൃഗത്തെ എറിഞ്ഞപ്പോൾ അത് അബദ്ധത്തിൽ വേറൊരു മനുഷ്യന് കൊണ്ടു, ആ മനുഷ്യനെ ഉദ്ദേശിച്ചതായിരുന്നില്ല, ആ മനുഷ്യനെ അവൻ കണ്ടിട്ടുമുണ്ടായിരുന്നില്ല. എന്നാൽ അതിനാണ് അബദ്ധവശാലുള്ള കൊല്ലൽ എന്ന് പറയുന്നത്. ഇവിടെ മനഃപൂർവമായിട്ടുള്ള ഈ കൊലപാതകത്തിന് മാത്രമാണ് ഇസ്ലാം വധശിക്ഷ നടപ്പിലാക്കുന്നത്. മറ്റ് രണ്ടെണ്ണത്തിനും വധശിക്ഷയില്ല. അതിന് നഷ്ടപരിഹാരം വാങ്ങിയിട്ട് അവനെ മോചിപ്പിക്കലാണ്. എന്നാൽ മനഃപൂർവമായ കൊലപാതകത്തിന് തന്നെ വധശിക്ഷ വിധിക്കുമ്പോൾ അവിടെ ഈ കൊല്ലപ്പെട്ടവൻ്റെ അനന്തരാവകാശികൾക്ക് ഇവന് മാഫ് ചെയ്തു കൊടുക്കാനുള്ള അവസരം ഇസ്ലാം നൽകുന്നുണ്ട്.
നഷ്ടപരിഹാര തുക വാങ്ങിയിട്ടോ ഇനി ഫ്രീ ആയിട്ടോ അവനെ മോചിപ്പിക്കാൻ, അവനെ കൊല്ലാതെ വിടാൻ ഇസ്ലാം അവസരം നൽകുന്നുണ്ട്. എന്നാൽ വധശിക്ഷ നടപ്പിലാക്കുന്നതും നഷ്ടപരിഹാര തുക വാങ്ങുന്നതും ഈ കാര്യങ്ങളൊക്കെ കോടതി മുഖാന്തരമായിരിക്കണം. വ്യക്തികളല്ല, അല്ലെങ്കിൽ ആ കുടുംബമല്ല ഇത് നടപ്പിലാക്കേണ്ടത്, കോടതിയാണ്. എന്നാൽ കോടതി നടപ്പിലാക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇവിടെ അനന്തരാവകാശികളുടെ അഭിപ്രായം കൂടി ആരാഞ്ഞിട്ട് അവരെങ്ങനെയാണോ പറയുന്നത്, മനഃപൂർവ്വം വധിച്ചതിന് വധശിക്ഷ തന്നെ നടപ്പിലാക്കണോ, അവരെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യും. അതുകൊണ്ട് ഇവിടെ കൊലപാതകങ്ങൾ ഇല്ലാതെയാക്കലാണ് ഇസ്ലാമിൻ്റെ ലക്ഷ്യം. അല്ല, അവനിക്ക് ഞങ്ങൾ മാഫ് ചെയ്യുന്നു, അവൻ നഷ്ടപരിഹാര തുക തന്നാൽ മതി എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാര തുക വാങ്ങിയിട്ട് അവനെ വെറുതെ വിടും. ഇനി ഒന്നും വേണ്ട, നഷ്ടപരിഹാര തുകയും വേണ്ട, വധിക്കുകയും വേണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫ്രീ ആക്കി വിടുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ഇസ്ലാമിലുള്ള ഈ നിയമം അത് വളരെ സുതാര്യമാണ്. ഇവിടെ മനുഷ്യർ മറ്റുള്ളവരെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാൻ നടക്കരുത് എന്നതാണ് ഇസ്ലാമിൽ ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ഫമൻ ഉഫിയ അൻ ദമി അഖീഇ ശൈഉൻ ഫത്തിബാഉൻ ബിൽ മഅറൂഫ്. ഈ കൊല്ലപ്പെട്ടവൻ്റെ അനന്തരാവകാശികൾ ഈ കൊലയാളിക്ക് മാഫ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പിന്നീട് ഇസ്ലാമിലെ മറ്റ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാം. അപ്പോൾ നാം മനസ്സിലാക്കും എന്തിനാണ് ഇത്രയും വലിയ നഷ്ടപരിഹാര തുക വാങ്ങുന്നത്. അതൊരു മനുഷ്യൻ്റെ ജീവൻ ഇസ്ലാം അങ്ങേയറ്റം വില കൽപ്പിക്കുകയാണ്. ഇവിടെ മനഃപൂർവ്വമായി കൊലപ്പെടുത്തിയാൽ അതിന് വധശിക്ഷ നൽകുന്നില്ല എങ്കിൽ, വധശിക്ഷ അനന്തരാവകാശികൾ ആവശ്യപ്പെടുന്നില്ല, മറിച്ച് നഷ്ടപരിഹാര തുകയാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ 100 ഒട്ടകം അത് നഷ്ടപരിഹാര തുകയായി ആവശ്യപ്പെടാമെന്നാണ്. 100 ഒട്ടകത്തിന് ഇപ്പോഴത്തെ കാലത്ത് വില കൂട്ടിയാൽ എത്ര ഉണ്ടാവും? നമ്മൾ എത്ര കോടി കൊടുത്താൽ ഒരു മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താനാവും? മരണപ്പെട്ട ഒരു മനുഷ്യൻ, ആ മരണപ്പെട്ട മനുഷ്യൻ്റെ ജീവന് എത്ര കോടി കൊടുത്താൽ നമുക്ക് തിരിച്ചു ലഭിക്കും? അപ്പം അതുകൊണ്ട് ഇത്ര നഷ്ടപരിഹാര തുകയൊക്കെ പ്രഖ്യാപിക്കാനുള്ള കാരണം ഈ മനുഷ്യൻ്റെ ജീവന് വില കൽപ്പിക്കുകയാണ്. അതുകൊണ്ട് നഷ്ടപരിഹാര തുക വാങ്ങുക തന്നെ വേണം എന്ന കണക്കൊന്നുമില്ല. പക്ഷേ അനന്തരാവകാശികൾക്ക് അത് വാങ്ങാനുള്ള അവകാശമുണ്ട്. കാരണം അവരുടെ ഒരു ജീവനെയാണ് ഇവിടെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നതുകൊണ്ടാണ് ഇസ്ലാം അങ്ങനെ ആ വിഷയത്തിൽ ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ കോടതികൾ നടപ്പിലാക്കുമ്പോൾ ഒരുപക്ഷെ അബദ്ധത്തിൽ സംഭവിച്ച ചില കൊലപാതകങ്ങൾ അല്ലെങ്കിൽ അബദ്ധത്തിൽ സംഭവിച്ച ചില മരണങ്ങൾ, ആ മരണത്തിനും വധശിക്ഷ വിധിച്ച് കാണുമ്പോൾ അവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഈ കോടതിയിൽ ഇത് അബദ്ധത്തിലുള്ളതാണ്, ഇത് പിഴച്ചുകൊണ്ടുള്ളതാണ് എന്ന് തെളിയിക്കാൻ ഈ കൊലയാളിക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ അത് മനഃപൂർവ്വമായ കൊലപാതകമായി ആ കോടതി കണ്ടെത്തുകയും ആ നിലക്കുള്ള ശിക്ഷ വിധിക്കുകയും ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ കോടതിയിൽ തെളിയിക്കുന്നത് പോലെയാണ്. സംഗതി അബദ്ധത്തിലാണ് സംഭവിച്ചത് എങ്കിലും അല്ലെങ്കിൽ പിഴച്ചിട്ടാണ് സംഭവിച്ചത് എങ്കിലും അത് ആ തരത്തിലാണ് എന്ന് കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, കോടതി ആവശ്യപ്പെടുന്ന രേഖ അനുസരിച്ചും കോടതി നടത്തുന്ന തെളിവെടുപ്പനുസരിച്ചും അതങ്ങനെയാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടില്ല എങ്കിൽ അത് മനഃപൂർവ്വമായ വധമായിട്ട് കോടതി കണക്കാക്കും. സത്യത്തിൽ ഈ വ്യക്തി നിരപരാധിയായിരിക്കും, അയാൾ അബദ്ധത്തിൽ ചെയ്തതായിരിക്കും, അയാൾ അതിലൊരിക്കലും കുറ്റക്കാരനാവുകയില്ല. പക്ഷെ അത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ കോടതിയുടേതായ നിയമ നടപടി അനുസരിച്ച് മുന്നോട്ട് പോകും. അങ്ങനെയാണ് ചില കാര്യങ്ങളിൽ നമുക്ക് നിരപരാധിയാണെന്ന് തോന്നുന്നു എങ്കിലും ആ വിഷയം ആ നിരപരാധിക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന കേസായിട്ട് കോടതി പരിഗണിക്കാൻ കാരണം. അപ്പോൾ അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലൊന്നും ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല. അതൊക്കെ അതിൻ്റെതായ രൂപത്തിൽ വളരെ വ്യക്തവും സുതാര്യവുമായ രൂപത്തിൽ ഇസ്ലാം ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ശിക്ഷാ നടപടികളും ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് നാം മനസ്സിലാക്കിയിട്ട് അതിനെ സംബന്ധിച്ച് നാം സംസാരിക്കാൻ പാടുള്ളൂ. അല്ലാതെ അതിൻ്റെ വസ്തുത എന്താണ്, ഇസ്ലാമിലെ നിയമം എങ്ങനെയാണ്, ഏതൊക്കെ കൊലപാതകങ്ങൾക്കാണ് ശിക്ഷാ നടപടിയുള്ളത്, അതിൻ്റെയൊക്കെ രീതി എങ്ങനെയാണ്, അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യൽ, ആരാണിത് നടപ്പിലാക്കേണ്ടത്
ഇത്തരം കാര്യങ്ങളൊക്കെ നാം അതിനെ സംബന്ധിച്ച് പഠിച്ചിരിക്കണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ വസ്തുത ബോധ്യപ്പെടുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ തീർത്തും നിരപരാധിയായ കുറ്റക്കാരനല്ലാത്ത ഒരാൾ, അയാളെ വക്കൽ നിന്ന് അബദ്ധത്തിൽ സംഭവിച്ചൊരു കൊലപാതകം, അബദ്ധത്തിൽ സംഭവിച്ചൊരു മരണം, അത് ആ രീതിയിലാണെന്ന് അയാൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് വധശിക്ഷ നൽകേണ്ട കാരണമായിട്ട് കോടതി വിധിക്കും. അതിൽ നിന്ന് തന്നെ അനന്തരാവകാശികൾക്ക് വധശിക്ഷയിൽ നിന്ന് നഷ്ടപരിഹാരത്തുക വാങ്ങിയിട്ട് മോചിപ്പിക്കാൻ അതിനും അവകാശമുണ്ട്. ഇനി ഒരു പൈസയും വാങ്ങാതെ മോചിപ്പിക്കാനും അവകാശമുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആ നിലയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നന്മയുടെ മനസ്സുള്ള ആളുകൾ ഒരുപാട് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം ഒരു കുടുംബത്തിന് ഭീമമായൊരു തുക അത് മോചനത്തിന് വേണ്ടിയിട്ട് നൽകേണ്ടി വരുന്നൊരു സന്ദർഭമുണ്ടായപ്പോൾ എല്ലാവരും കൂടി അതിന് മുന്നിട്ടിറങ്ങി എല്ലാവരും അതിലേക്ക് സഹായിച്ചുകൊണ്ട് ആ കാര്യം വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചു എന്നത് വലിയ ഒരു നേട്ടമാണ്. തുടർന്നുള്ള കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ ആയി കിട്ടാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത്തരം കാര്യങ്ങളൊക്കെ നാം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ഓർമ്മ വരുന്നത് മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തുള്ള ഒരു സംഭവമാണ്. മഹാനവർകൾ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാ 3 ആളുകൾ കൂടി ഒരു വ്യക്തിയെ പിടിച്ചു കൊണ്ടുവരുന്നു. എന്നിട്ട് പറയുന്നു, ഇദ്ദേഹം ഞങ്ങളുടെ പിതാവിനെ കൊന്ന വ്യക്തിയാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ആ വ്യക്തിയോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഇവരുടെ പിതാവിനെ കൊന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് എൻ്റെ വക്കൽ നിന്ന് അബദ്ധത്തിൽ സംഭവിച്ചതാണ്. പക്ഷേ ഈ കൊണ്ടുവന്ന മക്കൾ അവർ വിട്ടില്ല. അവർ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ആ കൊലപാതകത്തിന് വധശിക്ഷ തന്നെ നൽകണം എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനാണ്. അദ്ദേഹത്തിനക്ക് മറിച്ചൊന്നും ചെയ്യാൻ കഴിയുകയില്ല. കാരണം അല്ലാഹുവിൻ്റെ നിയമം അത് വസ്തുതാപരമായി കൃത്യമായി നടപ്പിലാക്കുക എന്നതാണ് ഉമർ റളിയല്ലാഹുവിൻ്റെ പ്രത്യേകത. അദ്ദേഹം ആ കൊലയാളിയോട് പറഞ്ഞു, ഇവർ വിടുന്നില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ വധശിക്ഷയ്ക്ക് വിധേയമാക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ അവസാനമായി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കെൻ്റെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് കുട്ടികളെ കണ്ട് അവരോടൊക്കെ ഒന്ന് സംസാരിച്ച് വരാനുള്ള സമയം തരണം. 3 ദിവസമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ആ സമയത്ത് ആ കാലത്ത് അങ്ങനെ ഒരാളെ വിടണമെങ്കിൽ ഒരാൾ ജാമ്യം നിൽക്കണം. അപ്പോൾ മദീനക്കാരനായ ഒരാൾ ജാമ്യം നിൽക്കണം, എങ്കിലേ നിങ്ങൾ അയക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആരും ജാമ്യം നിൽക്കാൻ തയ്യാറാകുന്നില്ല. ആ സമയത്ത് മഹാനായ അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ജാമ്യം നിൽക്കാം, അദ്ദേഹത്തെ വിട്ടുകൊള്ളുക, 3 ദിവസം വരെ ഞാൻ ജാമ്യം നിൽക്കാം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിട്ടയക്കുന്നു. അങ്ങനെ അദ്ദേഹം പോയി. ആ പറഞ്ഞ 3 ദിവസമായി. പക്ഷേ ആ പറഞ്ഞ സമയത്ത് അദ്ദേഹം കാണുന്നില്ല. അദ്ദേഹം വരുന്നില്ല എങ്കിൽ പിന്നീട് ജാമ്യം നിന്ന വ്യക്തിയെയാണ് കൊല്ലേണ്ടി വരിക. അദ്ദേഹം വധശിക്ഷയ്ക്ക് വിധേയമാകണം. രംഗം ഗൗരവമാവുകയാണ്. ആ വ്യക്തി വരുന്നത് കാണുന്നില്ല. ആ സമയത്ത് ജാമ്യക്കാരനായ മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ തൂക്കമരത്തിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. എല്ലാവരും കരയുകയാണ്, എല്ലാവരും വേദനിക്കുകയാണ്. മഹാനവർകൾ ആ വ്യക്തിക്ക് വേണ്ടി ജാമ്യം നിന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ഇവിടെ വധത്തിന് വിധേയമാവുകയാണല്ലോ, വധശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരികയാണല്ലോ എന്ന് എല്ലാവരും വിതുമ്പുകയാണ്. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ജാമ്യം നിന്ന സ്ഥിതിക്ക് അതിന് തയ്യാറെടുക്കുകയാണ്. അങ്ങനെ തൂക്കുമരത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ദൂരെ നിന്ന് ആ കൊലയാളിയായ മനുഷ്യൻ ഓടി വരുന്നു. ആ ഓടി വരുന്ന സമയത്ത് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കൊലപാതകത്തിൽ നിന്ന്, നിങ്ങൾക്ക് ഈ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ, അത് പറ്റുകയില്ലല്ലോ, എനിക്ക് വേണ്ടി ഒരാൾ ജാമ്യം നിന്നു, ഞാൻ ആ വാഗ്ദാനം ഞാൻ നിറവേറ്റണ്ടേ, ഞാൻ 3 ദിവസം കഴിഞ്ഞ് മടങ്ങി വരാമെന്ന് പറയുമ്പോൾ
ആ വാഗ്ദാനം ഞാൻ നിറവേറ്റിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇവിടെ വാഗ്ദത്തം ലംഘിക്കപ്പെടുന്ന, വാഗ്ദാനം നിർവഹിക്കുന്ന ഒരവസ്ഥ അതിവിടെ ഇല്ലാതെയായി പോകും എന്ന ഒരു തോന്നൽ ജനങ്ങൾക്ക് വരുമല്ലോ. ഇപ്പോൾ വാഗ്ദത്തം പാലിക്കുന്ന ആളുകളൊക്കെ ഇല്ലാതെയായിപ്പോയി, അങ്ങനെ ഒരു കാര്യമില്ല എന്ന് വരുമല്ലോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ വന്നത്. ആ സമയത്ത് അതാ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു മാറ്റി ആ സ്ഥാനത്ത് ഇദ്ദേഹത്തെ ശിക്ഷിക്കാൻ പോവുകയാണ്. ആ സമയത്ത് അതാ ആ മക്കൾ, ആ അനന്തരാവകാശികൾ അവർ ഈ രംഗം കണ്ടുകൊണ്ടതാ ഞങ്ങൾ അദ്ദേഹത്തിനേക്ക് മാഫ് ചെയ്തു കൊടുത്തു, അദ്ദേഹത്തെ തൂക്കിലേറ്റണ്ട എന്ന് പറയുന്നു. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു ചോദിച്ചു, നിങ്ങളിപ്പോൾ എന്താണ് ഇങ്ങനെ മാഫ് ചെയ്തു കൊടുക്കാൻ കാരണം? അപ്പോൾ അതവർ പറഞ്ഞു, നാട്ടിൽ മാഫ് ചെയ്തു കൊടുക്കുക എന്ന ഒരു കാര്യം അതില്ലാതെയായിപ്പോയി. നന്മയുടെ മനസ്സ് അല്ലെങ്കിൽ കൃപയുടെ മനസ്സ് അത് മനുഷ്യന്മാർക്കൊക്കെ ഇല്ലാതെയായി പോയിട്ടോ, മാഫ് ചെയ്യുക എന്ന സമ്പ്രദായമൊക്കെ നാട്ടിൽ നിന്ന് എടുക്കപ്പെട്ടു പോയി എന്ന് ജനങ്ങൾ പറയുന്നു മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങളതിനെ മാഫ് ചെയ്യുന്നത് എന്ന് അതാ ആ മക്കൾ പറയുന്നു. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഈ ജാമ്യം ഏറ്റെടുത്തത്? ആ സമയത്ത് പറയുന്നു, ഇത്തരം ഒരു കാര്യത്തിൽ ജാമ്യമെടുക്കാനൊന്നുമുള്ള ആളുകൾ ഈ കാലഘട്ടത്തിൽ ഇല്ലാതെയായിപ്പോയി എന്ന് ജനങ്ങൾ പറഞ്ഞു പോകും. അങ്ങനെ ഒരു അവസ്ഥ ഇസ്ലാമിൽ ഉണ്ടായിരുന്ന ആ സ്വഭാവമൊക്കെ മനുഷ്യന്മാരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന ഒരു കാര്യം വരരുത് എന്ന് മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു അതാ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. ഇതുപോലെ ഈ കാലഘട്ടത്തിലും നന്മയുള്ള മനസ്സ്, മാഫ് കൊടുക്കുന്ന മനസ്സ്, മറ്റുള്ളവരോട് സഹകരിക്കുന്ന മനസ്സ്, മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്യുന്ന മനസ്സ് അത് ഉണ്ട് എന്നത് നമുക്ക് ബോധ്യപ്പെടുകയാണ്. അള്ളാഹു എല്ലാവർക്കും ഗുണവും നന്മയും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധ പ്രയാസത്തിൽ നിന്നും അള്ളാഹു തആല നമ്മളെ